എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എയർലൈൻ കുർത്തിയാണ്. നമ്മൾ ഫ്രണ്ടിൽ മാത്രം അറ്റാച്ചബിൾ ആയിട്ടുള്ള ഒരു ജാക്കറ്റ് വരുന്നുണ്ട്. ഈ ജാക്കറ്റും ബാക്ക് പീസും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ റൗണ്ട് കോളർ കൊടുക്കുന്നുണ്ട്. അതായത് ഇന്നറിൽ കൊടുക്കുന്ന ഭാഗത്ത് നമ്മൾ കോളർ ആഡ് ചെയ്യുന്നില്ല. ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള ഈ ജാക്കറ്റിനും ബാക്കിൽ വരുന്ന പീസിലും മാത്രമാണ് നമ്മൾ റൗണ്ട് കോളർ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിനാവശ്യമായിട്ടുള്ള ക്ലോത്ത് നോക്കാം. ഞാനിവിടെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സ്ലീവിനും കൂടി ഒരു മെറ്റീരിയൽ ആണ് എടുത്തിരിക്കുന്നത്. ആ മെറ്റീരിയലിൽ വരുന്ന പ്രിന്റ് വരുന്ന വൈറ്റ് ക്ലോത്ത് മാത്രമാണ് ഇന്നറിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഫ്രണ്ടില് ജാക്കറ്റിന് മാത്രം ഒരു പീസ് എടുത്തിട്ട് ബാക്കിയെല്ലാം ഒരു പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാറ്റി മറിച്ചും ഒക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്യുന്നത് പോലെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജാക്കറ്റിനും എല്ലാം കൂടി ഒരു 2.5 മീറ്റർ ക്ലോത്ത് വേണം. പിന്നെ ഫ്രണ്ടിൽ മാത്രമാണ് നമ്മൾ ഇന്നർ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്കുള്ള ലൈനിങ്ങും കൂടി എടുക്കുക. ലൈനിങ് ഞാൻ അതായത് ജാക്കറ്റിന് ലൈനിങ് കൊടുക്കുന്നില്ല, ഇന്നറിനും അതുപോലെ തന്നെ ബാക്ക് പീസിനും മാത്രമേ ലൈനിങ് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 2 മീറ്റർ ആണ്. 2 മീറ്റർ കോട്ടന്റെ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജാക്കറ്റിനും കൂടി ലൈനിങ് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്കും കൂടി 1 മീറ്റർ എക്സ്ട്രാ എടുക്കേണ്ടി വരും കേട്ടോ. അപ്പൊ ഞാനിവിടെ ക്ലോത്ത് 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്തിനനുസരിച്ചിട്ട് മടക്കിയിടുക. ആ ലെങ്ത്തിന്റെ ഒപ്പം 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് വേണം മടക്കാൻ വേണ്ടിയിട്ട്. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. കോളർ വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ എത്രയാണ് ഷോൾഡർ എന്ന് വെച്ചാൽ ആ ഷോൾഡറിന്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 7 ഇഞ്ചാണ് ഷോൾഡർ എങ്കിൽ 7.5 ഇഞ്ച് എടുക്കുക. പിന്നെ ബിഗ്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് 1 ഇഞ്ച് വരെ കൂട്ടിയെടുക്കാം. 1 ഇഞ്ച് വരെ കൂട്ടിയെടുത്ത് കോളറൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇട്ട് നോക്കുക. ഇട്ട് നോക്കിയിട്ട് ഷോൾഡർ വല്ലാണ്ട് താഴോട്ട് ഇറങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ബിഗ്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാത്ത ആൾക്കാർ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഒരിക്കലും സാധാരണ എടുക്കുന്ന ഷോൾഡർ എടുത്താൽ പോരാ കേട്ടോ. അപ്പൊ ഞാനിവിടെ 7.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അവിടുന്ന് 7.5 ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പും കൂടി ചേർത്തിട്ടാണ് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ബാക്കിലേക്കുള്ള ആം ഹോൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 9 ഇഞ്ചാണ്. അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് ലെങ്ത് ആയിട്ട് 14 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടേക്കുള്ള വിഡ്ത്ത് 8 ഇഞ്ചാണ്. അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് നമ്മുടെ ബോട്ടം ഭാഗത്തേക്ക് മാക്സിമം നമുക്ക് വിഡ്ത്ത് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആംഗിൾ ആയിട്ട് വരയ്ക്കുകയാണ്. ഇതിനൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ എയർലൈൻ കുർത്തി എങ്ങനെയാ ചെയ്യാന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാർക്കിങ്ങും കട്ടിങ്ങും ഒക്കെ കേട്ടോ. അപ്പൊ അറിയാത്തവരാണ്, ബിഗ്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് കാണുക. കാരണം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാനുള്ളതുകൊണ്ട് കുറച്ച് സ്പീഡിലാണ് നമ്മൾ പോകുന്നത്. താഴെ നിന്ന് ഒരു മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴെ ഒന്ന് ചരിച്ചു വരയ്ക്കുന്നുണ്ട്. നമ്മൾ മാർക്ക് ചെയ്ത അളവ് പ്രകാരം നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും രണ്ടും രണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ടിലെ പീസിന്റെ സെന്റർ നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഫ്രണ്ട് ഓപ്പൺ ആണ്, നമ്മുടെ ജാക്കറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഫ്രണ്ടിലെ പീസിന്റെ സെന്റർ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാക്ക് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 3 ഇഞ്ചാണ് ഞാൻ നെക്കിന് വിഡ്ത്തായിട്ട് കൊടുക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ ഓപ്പൺ ജാക്കറ്റ് ആയതുകൊണ്ട് നമുക്ക് 3 ഇഞ്ച് വിഡ്ത്തൊക്കെ മതി. അപ്പോൾ 3 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ച് ഇറക്കത്തിൽ ഇതേപോലെ റൗണ്ട് ആക്കി വരയ്ക്കുന്നുണ്ട്. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ മാർക്ക് ചെയ്ത അളവ് പ്രകാരം കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ഫ്രണ്ടിലെ പീസ് സെന്റർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പീസ് എടുത്തിട്ട് ഇതേപോലെ മടക്കി വെക്കുന്നുണ്ട്. മടക്കി വെച്ചിട്ട് ഇപ്പൊ ഇരിക്കുന്നത് ബാക്കിലുള്ള ആം ഹോൾ ആണ്. അതിനെ നമുക്കൊന്ന് ഫ്രണ്ടിലുള്ള ആം ഹോൾ ആക്കിയിട്ട് മാർക്ക് ചെയ്യണം. 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ച് മാർക്ക് ചെയ്യണം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ 3 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത്. നെക്ക് റൗണ്ട്, അതായത് നമ്മൾ കോളർ റൗണ്ടിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് ഇറക്കാണ് മാർക്ക് ചെയ്യുന്നത്. ഈ 4 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ടൈറ്റ് ആയിട്ട് വന്ന് നിൽക്കുന്ന കോളർ ആയിട്ട് വേണ്ടതെന്നുള്ളത് കൊണ്ടാണ് 4 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്യുന്നത്. കോളർ റൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ 4 ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു രീതിയിൽ റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. 1/2 ഇഞ്ചിൽ ഷോൾഡർ സ്ലോപ്പ് ചെയ്യുന്നുണ്ട്. ഈ വരച്ച പ്രകാരം നമ്മളൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അളവ് പ്രകാരം, അതായത് ബാക്ക് പീസിന്റെ അളവ് പ്രകാരം വേണം നമ്മൾ ലൈനിങ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ നമ്മൾ തുണി 4ആക്കി മടക്കിയിടുക. 4ആക്കി മടക്കിയിട്ടതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ലൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള തുണി ഞാൻ ഇതേപോലെ 4ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഈ 4ആക്കി മടക്കിയിട്ടിട്ടുള്ള തുണീൻ്റെ നേരെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബാക്ക് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കിലുള്ള അളവ് പ്രകാരം കട്ട് ചെയ്യുന്നുണ്ട്. ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ടിലുള്ള പീസിൽ ഇതേപോലെ
ഫ്രണ്ടിലേക്കുള്ള ആം ഹോൾ കുഴിച്ചു വരയ്ക്കുന്നുണ്ട്. ഇനി ഇവിടെ നെക്കിന്റെ കേസിൽ വ്യത്യാസമുണ്ട്. കാരണം ഈ ഫ്രണ്ട് പീസ് നമ്മൾ ഇന്നറിന്റെ കൂടെയാണ് ലൈനിങ് ആയിട്ട് കൊടുക്കുന്നത്. 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 6 ഇഞ്ചാണ് ഞാൻ നെക്കിന് ഇറക്കം മാർക്ക് ചെയ്യുന്നത്. റൗണ്ട് നെക്ക് വരച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലൈനിങ് നമ്മൾ 4ആക്കി മടക്കിയിട്ടു. അതിൽ ഒരു പീസ് നമ്മൾ ബാക്കിലേക്കാണ് എടുക്കുന്നത്, ഒരു പീസ് നമ്മൾ ഇന്നറിനാണ് എടുക്കുന്നത്, ജാക്കറ്റിനല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ 6 ഇഞ്ച് ഇറക്കത്തിൽ ഇതേപോലെ നെക്ക് കട്ട് ചെയ്യുന്നുണ്ട്, ആം ഹോൾ കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതേ അളവിൽ, അതായത് ഇപ്പൊ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ലൈനിങ്ങിന്റെ അളവിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്നർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സെന്ററിൽ കൊടുക്കുന്ന വൈറ്റ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഞാൻ സെന്ററിൽ കൊടുക്കുന്ന വൈറ്റ് പീസിന് നമ്മൾ എടുത്തിട്ടുള്ള ജാക്കറ്റിന്റെ ലെങ്ത്തിനേക്കാളും കുറച്ച് ലെങ്ത് കുറച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഒന്നും കൂടി അത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. നമ്മൾ ജാക്കറ്റാണ് ഇട്ടിരിക്കുന്നതെന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. നിങ്ങൾക്ക് സെയിം ലെങ്ത് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ സെയിം ലെങ്ത് എടുക്കാം. അതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ ജാക്കറ്റിന് വേണ്ടിയിട്ടുള്ള കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള സ്ലീവ് വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു നോർമൽ സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ഇന്നറാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇന്നറിന് വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുള്ള നല്ല ക്ലോത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ നല്ല ക്ലോത്തിൽ നെക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ക്ലോത്തിന്റെ സെന്ററിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ലൈനിങ് ആണ് വെച്ച് കൊടുക്കുന്നത്. നല്ല രീതിയിൽ പിൻ കുത്തി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് പേപ്പറിൽ നെക്ക് വരച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലൈനിങ് ഉള്ളതുകൊണ്ട് ഞാൻ ക്യാൻവാസ് പേപ്പർ കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ പിൻ കുത്തി കൊടുത്തിട്ടുണ്ട്. റൗണ്ട് നെക്കാണ്, റൗണ്ട് നെക്ക് അതേപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. 1/4 ഇഞ്ച് ക്ലോത്ത്, അതായത് നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ച് കഴിഞ്ഞിട്ട് 1/4 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. ഈ 1/4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക, മറിച്ചെടുക്കുക. മറിച്ചതിന് ശേഷം ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ അടിഭാഗത്തേക്ക് ലൈനിങ് വെച്ചിട്ട് ഒരു പ്രാവശ്യം കൂടി ഈ റൗണ്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ക്യാൻവാസ് പേപ്പർ ഇല്ലെങ്കിലും നെക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ബാക്ക് പീസ് എടുക്കുക. ബാക്കിലെ പീസിന്റെ നല്ല വശമല്ല, ചീത്ത വശം ശ്രദ്ധിക്കുക. നല്ല വശമല്ല, ചീത്ത വശം. അതിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ലൈനിങ് വെച്ച് കൊടുക്കുക. ലൈനിങ് വെച്ചതിന് ശേഷം ആ ഷോൾഡർ സ്ലോപ്പ്, അതായത് നമ്മുടെ ആ ഷോൾഡറിന്റെ ഭാഗവും നെക്കിന്റെ ഭാഗവും ഓപ്പോസിറ്റ് വരുന്ന ഷോൾഡറിന്റെ ഭാഗവും ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ സൈഡിലൂടെ ഒന്ന് റാൻഡം ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കോളർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ലൈനിങ്ങും നല്ല ക്ലോത്തും അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോകാതെ ഒന്നിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തെടുക്കും. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ജാക്കറ്റിന്റെ പീസ് എടുക്കുക. ജാക്കറ്റിന്റെ പീസ് എടുത്തിട്ട് ആ ജാക്കറ്റിന്റെ സെന്റർ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഒരു പീസ് എടുത്ത് അതിന്റെ സെന്റർ കട്ട് ചെയ്ത് 2 പീസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഭാഗം, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഭാഗം 1/2 ഇഞ്ച് ആദ്യം ഒന്ന് ഉള്ളോട്ട് മടക്കി കൊടുക്കുക. പിന്നെ 1/2 ഇഞ്ച് ഉള്ളോട്ട് മടക്കിയിട്ട് നമ്മൾ മുകളിൽ നിന്ന് താഴെ വരെ സ്റ്റിച്ച് ചെയ്യാം. ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെണ്ട് വേണമെങ്കിൽ, അതായത് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ചെണ്ടൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നിങ്ങളുടെ ആ വേസ്റ്റിന്റെ ഭാഗത്തായതുകൊണ്ട് ഒരു 13 ഇഞ്ച് ലെങ്ത് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ആ ചെണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാൻ ചെണ്ട് കൊടുക്കാതെ ഓപ്പൺ ആക്കി ഇടാനാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചെണ്ട് ആഡ് ചെയ്തിട്ടില്ല. ഇതുപോലെ നമ്മൾ ജാക്കറ്റിന്റെ 2 പീസും ഒന്ന് സൈഡ് വശം ഇതേപോലെ ഒന്ന് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഒപ്പം ചെണ്ട് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. ഇനി അതല്ല പിന്നെ സ്റ്റിച്ച് ചെയ്താൽ മതിയെങ്കിൽ പിന്നെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒന്നിച്ചിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതായത് നമ്മളിപ്പോൾ 3 പീസ് ഇരിക്കുന്നുണ്ട്. നമുക്ക് ബാക്ക് പീസ്, ഫ്രണ്ട് പീസ്, ജാക്കറ്റ്, അങ്ങനെ 3 പീസാണ് നമുക്ക് ഇരിക്കുന്നത്. അപ്പൊ ഇതിനെ ഒന്നിച്ച് നമുക്കൊന്ന് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിലായിട്ട്, നിങ്ങൾ സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിലായിട്ട് നമ്മൾ ജാക്കറ്റിന്റെ പീസ് വെച്ച് കൊടുത്തിട്ട് ആ ഷോൾഡറിന്റെ ഭാഗം ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. 2 ജാക്കറ്റിന്റെ പീസും വെച്ചിട്ട് ഷോൾഡറിന്റെ ഭാഗം ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഈ നമ്മളിപ്പം ജോയിൻ ചെയ്തെടുത്തിരിക്കുന്ന ഈ പീസിന്റെ നല്ല വശത്തിന്റെ മുകളിലായിട്ട് നമ്മൾ ബാക്ക് പീസ് വെച്ച് കൊടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ടിലെ പീസും ജാക്കറ്റും ഓൾറെഡി നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിലായിട്ട് നമ്മൾ ബാക്ക് പീസ് വെച്ച് കൊടുക്കുക. ഷോൾഡർ ജോയിൻ ചെയ്യുക. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് വേണം
ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു ക്യാൻവാസ് പേപ്പർ എടുക്കുക. അത്യാവശ്യം നീളത്തിലും വീതിയിലുമുള്ള ക്യാൻവാസ് പേപ്പർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് രണ്ടാക്കി മടക്കി കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗം രണ്ടാക്കി മടക്കി കൊടുത്തിട്ട് ഒരു ഭാഗത്ത് താഴെ ഇതേപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗവും ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗവും അതിന് താഴെയായിട്ട് നമ്മൾ ലെവൽ ചെയ്തിട്ടൊന്ന് വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ടോപ്പ് എടുക്കുക. ടോപ്പ് എടുത്തിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ വേണം ഇതിനെ മടക്കാൻ വേണ്ടിയിട്ട്. അതായത് ജാക്കറ്റിന്റെ ഭാഗം ഒന്നിച്ചിട്ട് നമ്മൾ പിൻ കുത്തി കൊടുക്കുക. താഴെ ഇരിക്കുന്ന ഇന്നർ ഉള്ളിലൂടെ ഒഴിവാക്കി വിടണം. അതായത് ജാക്കറ്റിന്റെ ഭാഗവും നമ്മുടെ ബാക്ക് പീസും മാത്രം മതി നമുക്ക് കോളർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നർ വേണ്ട. അപ്പൊ അതുകൊണ്ട് ഇന്നർ ഒന്ന് ഒഴിവാക്കി വിടുക. എന്നിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ കറക്റ്റ് ഇതിനെ ഒന്ന് മടക്കിയിട്ട് പിൻ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ടോപ്പിന്റെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം അത് നമ്മുടെ ബാക്ക് പീസിന്റെ സെന്റർ ആണ് വരിക. അത് നമ്മളിപ്പോൾ വെച്ചിട്ടുള്ള ക്യാൻവാസ് പേപ്പറിന്റെ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്താണ് വെക്കേണ്ടത്. ശ്രദ്ധിക്കുക, മുന്നോട്ടോ അതായത് കുറച്ച് നീക്കി മുന്നോട്ടോ ഉള്ളോട്ടോ ഒന്നും വെക്കരുത്. കറക്റ്റ് സെന്റർ ടു സെന്റർ വരുന്ന രീതിയിൽ വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ അളവ് തെറ്റിപ്പോവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് കറക്റ്റ് ആയിട്ട് വെക്കുക കേട്ടോ. നമ്മൾ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുള്ള ലൈനിലായിട്ട് വെക്കുക. പിൻ കുത്തി കൊടുക്കുക. രണ്ടും ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗമാണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇതിന് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ മനസ്സിലാവുന്നുണ്ട്. ഇതിനെ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് വിട്ടാൽ ഈ ഒരു ഷേപ്പാണ് ഉണ്ടാവുക. അതിന് അങ്ങനെ വിടാണ്ട് ചുളിവുകളില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ചുളിവുകളില്ലാണ്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ആർച്ച് ഷേപ്പിലേക്ക് ഇതിനെ ഒന്ന് കൺവേർട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് റൗണ്ട് കോളർ ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐക്കാർഡിൽ കൊടുക്കാം. തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഞാൻ സൈഡിലായിട്ട് കൊടുക്കാം. നിങ്ങൾ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെയാണ് റൗണ്ട് കോളർ ചെയ്യുക എന്നുള്ളത് മനസ്സിലാവും. അതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ വെച്ചിട്ടുള്ള ഈ ആർച്ച് ഷേപ്പ് നമ്മൾ അതേപോലെ ഒന്ന് പെൻ ഉപയോഗിച്ചിട്ട് വരച്ചെടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ചുളിവുകൾ ഇല്ലാണ്ട് വേണം നമ്മൾ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നീക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ ആർച്ച് ഷേപ്പ് ഒന്ന് പെന്ന് വെച്ചിട്ടൊന്ന് വരയ്ക്കുന്നുണ്ട്. അതിനൊന്ന് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് നീറ്റ് ആക്കി എടുക്കാം. എന്നിട്ട് 1 or 2 പ്രാവശ്യം ഒന്ന് വെച്ച് നോക്കുക കറക്റ്റ് അളവാണോ എന്നുള്ളത്. ഒരു 3-4 പ്രാവശ്യം വെച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് കറക്റ്റ് അളവ് ഇതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കോളറിന് കൊടുക്കുന്നത് 1 ഇഞ്ച് വിടുത്തുള്ള കോളറാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ 1 ഇഞ്ച് വിടുത്ത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. കറക്റ്റ് നമ്മൾ വരച്ചിട്ടുള്ള ലൈൻ ഇങ്ങനെ ടച്ച് ചെയ്ത് പോയിന്റ് ഇട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതായത് കൊടുത്തിട്ടുള്ള പോയിന്റ്സ് ഒക്കെ യോജിപ്പിച്ച് വരയ്ക്കുക. സൈഡിൽ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. നമ്മൾ കറക്റ്റ് ആയിട്ട് അളവെടുത്ത ഭാഗമല്ല, നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുക. എന്നിട്ട് അത് നിങ്ങൾ ഇത്രയും വരച്ചത് പ്രകാരം ഒന്ന് കട്ട് ചെയ്യുക. ഏത് ക്ലോത്തിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ക്ലോത്തിൽ ഇതൊന്ന് അയൺ ചെയ്തെടുക്കും. ഇതുപോലെ ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു നമ്മൾ ആ കർവ് ചെയ്ത് വരച്ച ഭാഗം, ആ ഭാഗത്തൊരു 1/4 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആ ക്ലോത്ത് ഉള്ളോട്ടേക്ക് മടക്കി കൊടുത്തിട്ട് ആ സൈഡിലൂടെ തട്ടത്തു കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് കെയർഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. ചുളിവുകൾ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ. സൈഡ് വശം അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പീസ് വേണം. ആ പീസിന്റെ നല്ല വശത്തിന് മുകളിലായിട്ട് നമ്മൾ ഈ ക്യാൻവാസ് പേപ്പറിലുള്ള നെക്കിന്റെ അതായത് കോളറിന്റെ ആ പീസ് വെച്ചു കൊടുക്കുക. വെച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളോട്ടേക്ക് മടക്കി തയ്ച്ച ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് കുറച്ച് ക്ലോത്ത് എക്സ്ട്രാ വിട്ടിട്ട് വേണം നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇപ്പോൾ ഈ ഉള്ളോട്ട് മടക്കി തയ്ച്ച ഭാഗം ഒഴിച്ചിട്ട് ബാക്കി 3 ഭാഗവും എങ്ങനെയാണോ ക്യാൻവാസ് പേപ്പറിൽ ഇരിക്കുന്ന ഷേപ്പ് എന്ന് വെച്ചാൽ അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു 1/4 ഇഞ്ചിലെ ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്യാം. ഈ 1/4 ഇഞ്ചിൽ വെച്ചിരിക്കുന്ന ക്ലോത്തിൽ കുഞ്ഞു കട്ട് കൊടുക്കുക. കർവ് ചെയ്ത ഭാഗത്തൊക്കെ നന്നായിട്ട് കട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ മറിച്ചെടുക്കുക. മറിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഇതൊന്ന് അയൺ ചെയ്തെടുക്കുക. നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഈ ക്യാൻവാസ് പേപ്പർ വന്ന് നിൽക്കുന്ന ഈ ഒരു പീസ് കറക്റ്റ് എവിടെയാണെന്നൊന്ന് നമ്മൾ എന്ത് ചെയ്യുക, ചോക്ക് വെച്ചിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. കറക്റ്റ് ക്യാൻവാസ് പേപ്പർ വന്ന് നിൽക്കുന്ന ഭാഗം വേണം അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു 1/2 ഇഞ്ച് നമുക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ക്യാൻവാസ് പേപ്പറിനെ കറക്റ്റ് 2 മടക്കി കൊടുക്കുക. അതിന്റെ സെന്ററിൽ ഒരു നോച്ച് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ തയ്ച്ചു വെച്ചിരിക്കുന്ന ടോപ്പിന്റെ സെന്ററിലും ഒരു നോച്ച് കൊടുക്കണം. സെന്റർ എന്ന് പറയുന്നത് ബാക്ക് പീസിന്റെ സെന്റർ ആണ്. അവിടെ ഒരു നോച്ച് കൊടുക്കുക. നമ്മുടെ ഈ ഒരു ടോപ്പിന് ചീത്ത ഭാഗമാണ്, ശ്രദ്ധിക്കണേ, ടോപ്പിന്റെ ചീത്ത ഭാഗമാണ്. അതിന്റെ മുകളിലായിട്ട് നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന ക്യാൻവാസ് പേപ്പർ വെച്ചു കൊടുക്കുകയാണ്. സെന്റർ ടു സെന്റർ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിക്കുക, ടോപ്പിന്റെ ചീത്ത ഭാഗമാണ്. ക്യാൻവാസ് പേപ്പർ ഇരിക്കുന്ന ഭാഗം ഇങ്ങനെ ഭാഗം ഇങ്ങനെ തുറന്നു വെച്ചിട്ട് വേണം നമ്മളെ താഴെ ഇരിക്കുന്ന പീസിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. രീതിയിൽ സ്റ്റിച്ച് ചെയ്യുക. സെന്റർ ടു സെന്റർ വെക്കുക. സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഷോൾഡർ എത്തുന്ന ഭാഗം വരെ
നമ്മൾ കറക്റ്റ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെല്ലെ എന്ത് ചെയ്യുക, ഇന്നർ പോർഷൻ ഒന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കി സ്റ്റിച്ച് വരുന്നത് നമ്മുടെ ഈ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ജാക്കറ്റിൽ മാത്രം വേണം വരാൻ വേണ്ടിയിട്ട്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് ആ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇന്നറും കൂടി ചേർത്ത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം. ഷോൾഡറിന്റെ ആ ഒരു കട്ടിങ് ഉണ്ടാവുമല്ലോ, നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുള്ള ഭാഗം, അവിടെ നമുക്ക് ഒരു തടിപ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ ആ ഭാഗം വരെ നമ്മളിങ്ങനെ നോർമൽ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് വരിക. ഇന്നർ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ജാക്കറ്റിന്റെ പീസിലേക്ക് മാത്രമാണ് ബാക്കി സ്റ്റിച്ച് വരേണ്ടത്. വളരെ മെല്ലെ പതിയെ ചെയ്യുക. ഒരു കാരണവശാലും തുണി വലിച്ചു പിടിച്ചൊന്നും ചെയ്യരുത്. നമ്മൾ എടുത്തിട്ടുള്ള അളവ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ വരും. ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. സെന്ററിന്ന് ഓപ്പോസിറ്റ് സൈഡും സെയിം ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ലോക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ടോപ്പ് ഇപ്പം ചീത്ത വശത്താണ് ഇരിക്കുന്നത്. വശത്തിരിക്കുന്ന ടോപ്പിനെ നമുക്ക് നല്ല ഭാഗത്തേക്ക് ഒന്ന് മറിച്ചെടുക്കാം. നല്ല ഭാഗത്തേക്ക് നമ്മൾ മറിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, നമ്മൾ കൊടുത്തിട്ടുള്ള സ്റ്റിച്ച് ഇതേപോലെ നമ്മുടെ ഈ ഒരു ക്യാൻവാസ് പേപ്പറിന്റെ ഉള്ളിലേക്കായിട്ട് പോകും. നമ്മുടെ ആ ക്യാൻവാസ് പേപ്പർ ഈ ഒരു നേരത്തെ കൊടുത്തിട്ടുള്ള സ്റ്റിച്ച് വന്ന് നിൽക്കുന്ന ഭാഗത്ത് വന്ന് നിൽക്കും. അപ്പൊ അവിടെയും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പതിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഈ സ്റ്റിച്ച് നമുക്ക് സെന്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരറ്റത്ത് നിന്ന് അടുത്ത അറ്റം വരെ ചെയ്താൽ മതി. നേരത്തെ നമ്മൾ ക്യാൻവാസ് പേപ്പർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു സൈഡിലൂടെ ആയിട്ട്. കഴിയുന്നതും ആ ഒരു സ്റ്റിച്ചിന്റെ മുകളിലൂടെ തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ ഒത്തിരി സ്റ്റിച്ച് വരുമ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, നല്ല പെർഫെക്റ്റ് ആയിട്ട് നീറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ അകത്തേക്ക് സ്ലീവ് ജോയിൻ ചെയ്യുക, സൈഡ് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. സൈഡ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ടിലെ പീസിന്റെയും ബാക്ക് പീസിന്റെയും ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ജാക്കറ്റിന്റെയും കൂടി സൈഡ് വെച്ചിട്ട് വേണം സൈഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ താഴ്ഭാഗവും മടക്കി തയ്ക്കാം. എങ്ങനെയാണ് സൈഡ് ജോയിൻ ചെയ്യുന്നതെന്നൊക്കെ അറിയില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മളൊരു അറ്റാച്ചബിൾ ജാക്കറ്റിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ ഉണ്ടാവും, കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. ഇതിന്റെ കൂടെ നമ്മൾ സെയിം കളറിലുള്ള ഒരു പലാസവും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മാത്രം എലാസ്റ്റിക് കൊടുത്തിട്ട്. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, പലാസോന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.